പ്രിയ പ്രേക്ഷകരെ, ക്രൈം ഡയറീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ നടൻ ജയസൂര്യയെ വെട്ടിലാക്കിയ സ്വാതിക് റഹീമിന്റെ കഥയെക്കുറിച്ചാണ്. ആരാണ് സ്വാതിക് റഹീം? എന്താണ് ഈ തട്ടിപ്പ്? കേരളത്തിലെ ആദ്യ ഓൺലൈൻ ലേല ആപ്പ് എന്ന പേരിൽ നടനും സംരംഭകനുമായ സ്വാതിക് റഹീം നടത്തിയ സേവ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്തതോടെയാണ് 2 വർഷം പഴക്കമുള്ള കേസ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ആ കേസിലേക്കാണ് നമ്മുടെ സഞ്ചാരം. തൃശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരൻ പൂനം റഹീമിന്റെ മകൻ സ്വാതിക് റഹീം സിനിമയിലെ പ്രൊജക്ട് ഡിസൈനറായും അഭിനേതാവായും അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ സിനിമയിലെ ഈ തിളക്കം ഒരു മറയാക്കി മാറ്റിക്കൊണ്ട് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. സിനിമാ ബന്ധങ്ങൾ മറയാക്കിയാണ് സ്വാതിക് സേവ് ബോക്സിനെ പ്രൊമോട്ട് ചെയ്തത്. 40,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് 1 രൂപയ്ക്ക് ലേലം തുടങ്ങാമെന്നായിരുന്നു വാഗ്ദാനം. ലേലത്തിൽ പങ്കെടുക്കാൻ ഉപഭോക്താക്കൾ പണം നൽകി വെർച്വൽ കോയിനുകൾ വാങ്ങണം. ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഇയാൾ സമ്പാദിച്ചു. സേവ് ബോക്സ് സ്റ്റോറുകൾ തുടങ്ങാമെന്നും മാസം 25 ലക്ഷം രൂപ വരെ ലാഭം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് 100-ലധികം ആളുകളിൽ നിന്നായി ഏകദേശം 20 കോടി രൂപ തട്ടിയെടുത്തു. 25,000 രൂപ നിക്ഷേപിച്ചാൽ മാസം 5 ലക്ഷം രൂപ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെയും പ്രവാസികളെയും ഇയാൾ വലയിലാക്കി. തന്റെ സിനിമാ ബന്ധങ്ങളെ സ്വാതിക് തട്ടിപ്പിനായി ഫലപ്രദമായി ഉപയോഗിച്ചു. പ്രമുഖ നടൻ ജയസൂര്യയെ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റി. മഞ്ജു വാര്യർ, ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയ സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ച് വലിയ ചടങ്ങുകൾ നടത്തി വിശ്വാസ്യത നേടിയെടുക്കുന്നു. ഉദ്ഘാടനത്തിനെത്തിയ താരങ്ങൾക്ക് പഴയ ഐഫോണുകൾ പുതിയ പെട്ടിയിലാക്കി സമ്മാനമായി നൽകി പറ്റിച്ചതായും പരാതിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ED ചോദ്യം ചെയ്തത്. മുൻകാല തട്ടിപ്പുകൾ എന്താണെന്ന് നോക്കാം. സേവ് ബോക്സ് തട്ടിപ്പിന് വർഷങ്ങൾക്ക് മുൻപേ സ്വാതിക് തട്ടിപ്പ് രംഗത്ത് സജീവമായിരുന്നു. തൃശൂർ, വടക്കാഞ്ചേരി മേഖലകളിലെ സ്റ്റുഡിയോകളിൽ നിന്ന് വില കൂടിയ ക്യാമറകളും ലെൻസുകളും വാടകയ്ക്കെടുക്കുകയായിരുന്നു പതിവ്. ആദ്യം ഒരു ക്യാമറയെടുത്ത് കൃത്യസമയത്ത് തിരികെ നൽകി സ്റ്റുഡിയോ ഉടമകളുടെ വിശ്വാസം നേടും. പിന്നീട് സീഡിറ്റിന്റെ ഷൂട്ടിന് എന്ന വ്യാജേന കൂടുതൽ ക്യാമറകൾ ആവശ്യപ്പെടും. ലക്ഷങ്ങൾ വിലയുള്ള 4 ക്യാമറകളും ലെൻസുകളും വാടകയ്ക്കെടുത്ത് മുങ്ങിയ ഇയാൾക്കെതിരെ 2015-ൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവാഹ വീഡിയോ ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറകൾ വരെ ഇയാൾ കൈക്കലാക്കി വിറ്റിരുന്നു. ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകൾ വിശ്വാസത്തിന്റെ പേരിൽ കൊടുക്കുന്നു, പക്ഷേ തിരികെ കിട്ടില്ല. ഇതായിരുന്നു ആദ്യ തട്ടിപ്പ്. വിവാഹ വീഡിയോ ഫോട്ടോഗ്രാഫറായ സന്ദീപിന്റെ പക്കലുണ്ടായിരുന്ന ക്യാമറയും വാടകയ്ക്ക് കൊണ്ടുപോയ ശേഷം സ്വാതിക് റഹീം കൈക്കലാക്കി വിറ്റു. പലവട്ടം തരാമെന്ന് വാക്കു പറയുകയും പിന്നീട് മുങ്ങുകയുമായിരുന്നു സ്വാതിക്കിന്റെ രീതി. മോട്ടിവേഷൻ ക്ലാസുകളും ആഡംബര ജീവിതവും ഇതിനിടയിൽ ഇയാൾ കൊണ്ടു നടന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ബിസിനസ്സുകാരനായെന്ന് അവകാശപ്പെട്ട് ഇയാൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസുകൾ എടുത്തിരുന്നു. കാരവൻ ടൂറിസം, ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, റോബോട്ടിക് ട്രേഡിംഗ് എന്നിങ്ങനെ ആളുകളെ വിഭ്രമിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ പ്രൊഫൈൽ ബിൽഡിംഗ്. സിനിമാ പെട്ടികൾക്കിടയിലെ ഇയാളുടെ ബാല്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. തൃശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരനായിരുന്ന പൂനം റഹീമിന്റെ മകനായി വളർന്ന സ്വാതിക്കിന് സിനിമ കേവലം വിനോദമായിരുന്നില്ല. വീട്ടിൽ നിറയെ സിനിമാ പെട്ടികളും പ്രൊജക്ടറുകളും കളിപ്പാട്ടങ്ങളായിരുന്ന കാലമുണ്ട് സ്വാതിക്കിന്. സായാഹ്നങ്ങളിൽ അച്ഛനൊപ്പം സിനിമാ പ്രദർശനങ്ങൾക്കായി പോയിരുന്ന അനുഭവവും ഉണ്ടായിരുന്നു. പഴയകാല മലയാള ചിത്രങ്ങളുടെ ഏകദേശം 500ഓളം പ്രിന്റുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി സ്വാതിക് തട്ടിപ്പ് പുറത്താകും മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. സിനിമയോടുള്ള ഈ താല്പര്യം കരിയറിന് ഊർജ്ജമായെങ്കിലും പതിയെ വഴിതെറ്റിപ്പോവുകയായിരുന്നു. നിയമപഠനം LLB പൂർത്തിയാക്കിയെങ്കിലും അച്ഛൻ കാണിച്ചു തന്ന സിനിമാ വഴികളിലൂടെ സഞ്ചരിക്കാനാണ് സ്വാതിക് തീരുമാനിച്ചത്. പ്രൊജക്ട് ഡിസൈനർ എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. പ്രൊജക്ട് ഡിസൈനർ എന്ന നിലയിൽ മലയാളത്തിലെ പ്രമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ സ്വാതിക്കിന് സാധിച്ചു. ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത 18-ാം പടി, ഗൗതമന്റെ രഥം, സന്തോഷ് ശിവന്റെ ജാക്ക് ആൻഡ് ജിൽ എന്നിവയുടെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഈ കക്ഷി. ഈ 3 ചിത്രങ്ങളും സ്വാതിക് അഭിനയിക്കുകയും ചെയ്തു. മമ്മൂട്ടി ചിത്രമായ ഷൈലോക്കിലും നല്ലൊരു വേഷം ലഭിച്ചു. ഷെയ്ൻ നിഗം നായകനായ വെയിൽ എന്ന ചിത്രത്തിലും അഭിനയിച്ചു. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമായ ജാക്ക് ആൻഡ് ജില്ലിൽ വില്ലൻ വേഷമായിരുന്നു. സന്തോഷ് ശിവൻ തന്റെ വെബ് സീരീസിൽ നായകനായി തിരഞ്ഞെടുത്തതും സ്വാതിക്കിനെയായിരുന്നു. സംവിധായക മോഹവുമായി നടക്കുന്നതിനിടെയാണ് സിനിമാ ബന്ധങ്ങൾ മറയാക്കി സേവ് ബോക്സ് തട്ടിപ്പിലേക്കും മറ്റും നീങ്ങിയത്. 2023 ജനുവരിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്വാതിക് റഹീമിനെ അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ഈ കേസിൽ ED അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതാണ് സ്വാതിക് റഹീമിന്റെ ജീവിതകഥ. തട്ടിപ്പ് മാത്രം മോഹമാക്കിയ, തട്ടിപ്പ് മാത്രം ലക്ഷ്യമാക്കിയ സ്വാതിക് റഹീമിന്റെ കഥ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.